കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നാരകക്കാനത്ത് നടന്ന ബഫർ സോൺ വിരുദ്ധ പ്രതിഷേധ ജ്വാലയിൽ കർഷക പ്രതിഷേധം ഇരമ്പി. നാരകക്കാനത്ത് നിന്നും ആരംഭിച്ച കർഷക പ്രതിഷേധ റാലി സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ തോമസ് നെച്ചക്കാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബഫർ സോൺ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് കർഷകർ പ്രതിഷേധ ജ്വാലകൾ തെളിയിക്കുകയും ചെയ്തു. നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം പള്ളിക്കവലയിൽ എത്തിച്ചേർന്നപ്പോൾ ബഫർ സോൺ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് കർഷകർ പ്രതിഷേധജാലകൾ തെളിയിച്ചു. തുടർന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപത വികാരി ജനറൽ മോൻ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ മലയോര കർഷകർ നിരന്തരമായി അവഗണനകൾ നേരിടുകയാണെന്നും ബഫർ സോൺ പ്രഖ്യാപനം അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും ജില്ല നേരിടുന്ന നിരന്തരമായ അവഗണനയിൽ ജനപ്രതിനിധികളുടെ മൗനം പ്രതിഷേധാർഹമാണെന്നും അതിജീവന പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്കൊപ്പം ഇടുക്കി രൂപത ശക്തമായി നിലകൊള്ളുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മോൻ ജോസ് പ്ലാച്ചിക്കൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, രൂപത ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, അസിസ്റ്റന്റ് ഡയറക്ടർ ജിൻസ് കാരക്കാട്ട്, യൂണിറ്റ് പ്രസിഡന്റ് ടോമി കല്ലുവട്ടത്ത്, സമരസമിതി കൺവീനർ ബോബി ജോസഫ്, ചുമ്മാർ മാത്യു എന്നിവർ പ്രതിഷേധ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ബഫർ സോൺ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ട സമരങ്ങളുടെയും ജനകീയ മുന്നേറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതിരിക്കുകയും മലയോര ജനതയെ കൂടുതൽ ആശങ്കയിലേക്കും അപകടത്തിലേക്കും തള്ളിവിടുന്ന തരത്തിൽ ഇപ്പോൾ ഉപഗ്രഹ സർവേ നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്ന കർഷക വിരുദ്ധ നടപടിയിലും പ്രതിഷേധിച്ചും അവ്യക്തമായ സർവേ മാപ്പ് പിൻവലിച്ച് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ലാൻഡ്മാർക്കോട് കൂടി മാപ്പ് പ്രസിദ്ധീകരിക്കുക, കർഷകർക്ക് പരാതി നൽകാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക പ്രതിഷേധ ജാല സംഘടിപ്പിച്ചത്. തങ്കച്ചൻ വെമ്പേനി, ജോയിസ് ചുമ്മാർ, ബിൻസി റോബി, തങ്കച്ചൻ കുമ്പിടിയാമാക്കൽ, ജോളി വിൻസെന്റ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷെക്കേന ന്യൂസ്, ഇടുക്കി.